ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മന്ദാര യൂട്യൂബ് ചാനൽ. ഹായ്, നമ്മൾ തോരൻ കറി വയ്ക്കാൻ പോവാണേ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എന്നാലും ഇത് മഷിത്തണ്ട് തോരൻ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കിട്ടുന്നത്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇത് സ്ലേറ്റ് മായ്ക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ സാധനം. അതുകൊണ്ട് നമ്മളൊരു തോരൻ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതുണ്ടാക്കുന്നത്. നമുക്കിനി ഇതാണ് സാധനം, കണ്ടോ? ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇടണം. അതിന് മഞ്ഞൾ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ മുക്കി വയ്ക്കണം. എന്നിട്ടൊരു 3-4 നീര് നമ്മളിത് കഴുകി വാരി എടുക്കണം. അത് ഇതിനകത്ത് കിടക്കട്ടെ ഒരു 15 മിനിറ്റ്. അപ്പോൾ തന്നെ നമുക്കിതിന് ചേരേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മളിതേ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട്. നമ്മളിതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതിൻ്റെ ചേർക്കേണ്ട സാധനങ്ങൾ: ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 മുറി തേങ്ങ. നമുക്കിതുണ്ടാക്കാം. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കടുക് പൊട്ടട്ടെ, ഇത്തിരി കരിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പച്ചമുളകും ഉള്ളിയും കൂടെ നിൽക്കണം. ഉയർന്നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. തേങ്ങ ഇട്ട് കൊടുക്കണേ. ഉപ്പ്, നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇത് നല്ല വെള്ളമുണ്ട് കേട്ടോ. വെള്ളം ചേർത്തേക്കല്ലേ, ഇതിനകത്ത് വെള്ളമാണല്ലോ. അത് നല്ലോണം പറ്റണം. നമുക്കിങ്ങനെ തട്ടിക്കൊട്ടി തിമ്മിലിടണം. തീ കുറച്ചിട്ടിട്ട് മൂടി വയ്ക്കാം, വേവട്ടെ. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പറിച്ചിട്ട് പിന്നെ ഈ സ്ലേറ്റ് മായ്ക്കാൻ പറിക്കുന്ന കൂട്ടത്തിൽ നല്ല മുഴുത്ത തണ്ട് കാണും. മുഴുത്ത തണ്ട് നോക്കിയിട്ട് അതിൻ്റെ ആ ഞെടുപ്പിൻ്റെ അവിടെ വെച്ച് ഇച്ചിരി ഒടിച്ചെടുത്തിട്ട് ഒരു തണ്ട് ഞെടുപ്പില്ലാത്ത വശം, ഒന്നും ഞെടുപ്പുള്ള വശം എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കും. വെച്ചിട്ട് അതിൻ്റെ വെള്ളം മൊത്തം അതിൻ്റെ പുറത്ത് കളയും. പുറത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞിട്ട് നെറ്റിയിൽ വെച്ച് പൊട്ടിമുട്ടോന്ന് ഒച്ച കേൾക്കും. നല്ല രസമായിരുന്നു അന്നത്തെ കാലമൊക്കെ. ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ. അവർക്ക് മായ്ക്കാനും അന്നൊക്കെ സ്ലേറ്റ് മായ്ക്കണമെങ്കിൽ ഇത് ആറേപ്പച്ച എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പറയും. ഇപ്പോഴാണ് ഇത് കറി വെക്കാന്നുള്ള ഇവിടെ പറയുന്നത്. ഞാനത് അത്ര ഇത് കേട്ടിട്ട് ഞാൻ അത്ര വിശ്വസിച്ചില്ല. പക്ഷെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല സൂപ്പർ സാധനം. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കൂട്ടിയ പോലെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തതാണ്. കണ്ടോ വെള്ളം തന്നെ ഉണ്ടോ? വെള്ളം ശകലം പോലെ ഒഴിച്ചതല്ല കേട്ടോ. കണ്ടോ, ഈ വെള്ളം പറ്റിച്ചെടുക്കണം. കണ്ടോ, ഇളക്കിയിട്ട് കൊടുക്കും. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഉടമ്പുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള
മച്ചുനനെ ൂണു കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ. അങ്ങനെ നമ്മുടെ കറി ഇതേ സൂപ്പർ തോരൻ റെഡി ആയിട്ടോ. കണ്ട ഓക്കേ. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. മഷിത്തണ്ട് തോരൻ, ചീരത്തോരനല്ല. സൂപ്പർ. നിങ്ങളുണ്ടാക്കണേ, അഭിപ്രായം പറയണേ.